ഹലോ, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അറേബ്യൻ ആയിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുബൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇത് നല്ലോണം കണ്ടുവരുന്ന സാധനമാണ്. കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് എപ്പോഴും. അപ്പോൾ ഇന്ന് ഞാനിവിടെ കുബൂസ് ഉണ്ടാക്കിയത് ശരിക്കും ഷവർമ്മക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷവർമ്മൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുബൂസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ കുബൂസ് എങ്ങനെ പൊന്തി വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1.5 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. കൂടുതൽ ചൂടുണ്ടാകാൻ പാടില്ല, ചെറിയ ചൂട് വേണം. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ലോണം പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റ്. ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഈ ടൈം കൊണ്ട് നമുക്ക് മാവ് ഉണ്ടാക്കാനുള്ള മൈദ എടുക്കാം. 2 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. 2 കപ്പ് മൈദയ്ക്ക് ഒരു 1/2 കപ്പ് ആട്ടപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. ഈസ്റ്റ് നല്ലോണം ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി, വെള്ളം കൂടിപ്പോയരുത്. വെള്ളം കൂടിയാൽ നമ്മൾ കുബൂസ് ശരിയാവില്ല. അപ്പോൾ കുറച്ചായി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ മാവ് എത്രത്തോളം കുഴച്ച് കൊടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റായി വരും കുബൂസ്. അപ്പോൾ മാക്സിമം ഒന്ന് കുഴച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ എത്രയും കുഴക്കുന്നോ അത്രയും സോഫ്റ്റ് ആവും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒലീവ് ഓയിൽ പുരട്ടി കൊടുക്കാം. ഒലീവ് ഓയിലോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ വേറൊരു ബൗളിലോട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബൗൾ എടുക്കുക, കാരണം ഇത് നല്ലോണം പൊന്തി വരും. ഇനി ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 2 മണിക്കൂർ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതൊന്നിങ്ങനെ കവർ ചെയ്ത് വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ഓ, കണ്ടില്ലേ, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചതിനേക്കാളും ഡബിളായിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. മെല്ലെ എടുത്തിട്ട് വേറൊരു ട്രേയിലോട്ട് മാറ്റാം. ഇനി ഇത് കൈകൊണ്ട് തന്നെ ഒന്നിങ്ങനെ നീളത്തിലാക്കിയെടുക്കാം. ഒന്നിങ്ങനെ പരത്തി കൊടുത്താൽ മതി. ഇനി ഇതൊരു കത്തി വെച്ചിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 പീസാക്കിയിട്ട് ഒരു പീസ് ഞാൻ എടുത്തിട്ട് അതേപോലെ തന്നെ ഒന്നുകൂടെ നീളത്തിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ കുബൂസിനും വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ കട്ട് ചെയ്യുക. ഞാനിതപ്പോൾ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനൊക്കെ വലിയ കുബൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോന്നും എടുത്തിട്ട് ബോൾസ് ആക്കാം. കൈൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി. നല്ല ഒരു ഷേപ്പാക്കി എടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ഞാൻ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബോൾസ് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്താൻ വേണ്ടിയിട്ട് ഞാൻ മൈദപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പരത്തുമ്പോൾ നല്ലോണം മൈദപ്പൊടി ഇട്ടിട്ട് പരത്തുക.
ഈ ഒരു കട്ടി മതി, ഇതിലും കുറഞ്ഞു പോവരുത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ള എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. എല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലേറ്റിൽ തന്നെ അട്ടിക്ക് ഇട്ട് വെച്ചാൽ ഒട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ റാക്ക് നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് റാക്കിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് പൊടി വിതറി കൊടുക്കുക. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നല്ലോണം പൊന്തി വരും. അപ്പോൾ ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് ഒന്ന് ഇങ്ങനെ മൂടി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുബൂസൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇത് ഇതേപോലെ പൊന്തി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുബൂസ് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ല, നല്ല ഒറ്റ പൊള്ളനായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം പൊന്തി വന്നാൽ പിന്നെ ഇതിൻ്റെ സൈഡൊന്നും നമ്മുടെ പാനിൽ തട്ടില്ല. അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ചെരിച്ചിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. കുബൂസ് എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ കുബൂസായിട്ട് ഞാനിനി ഷവർമ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. എല്ലാവരും ഒന്ന് കാണുക. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.